ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് കുറച്ച് ഡ്രോയിങ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇത്രയാണ് കേട്ടോ, ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്ക് കാര്യങ്ങളായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് കൊറിയർ അയക്കാൻ പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേർക്ക് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രത്തോളം ഒരു വർക്ക് ഒരു വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു ത്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിത് കൊറിയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പാക്കിങ് വീഡിയോയും പിന്നെ അത് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഈ ഡ്രോയിങ് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ കലാപരമായിട്ട് ഡാൻസോ പാട്ടോ അങ്ങനെ ആരെങ്കിലും പിള്ളേരൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അവരെ ഇതുപോലെ വരയ്ക്കാനൊക്കെ വിടണം കേട്ടോ. പണ്ട് ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് പേപ്പർ കീറിയിട്ടൊക്കെ വരയ്ക്കുന്നതിനൊക്കെ ചീത്തയും വഴക്കൊക്കെ കേട്ടോണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പഠിത്തം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ആകെ ഏണിങ്സ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ഈ ഡ്രോയിങ്ങിലൂടെയാണ് കേട്ടോ. അപ്പോൾ പണ്ട് ഞാൻ ഡ്രോയിങ് ക്ലാസ്സിനൊക്കെ പോകണം എന്നൊക്കെ എല്ലാം ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ സാഹചര്യം അതങ്ങനെ മോശമായതുകൊണ്ട് നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും മക്കളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയാവുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ പഠിത്തം ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് അതിൻ്റെ കൂടെ തന്നെ കലയും കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അതും വളരെ ബ്യൂട്ടിഫുള്ളാണ്. എന്നെ പരിചയപ്പെടുന്ന കുറച്ച് കൂട്ടുകാർക്കെങ്കിലും ഉള്ളൊരു മിഥ്യാധാരണയാണ് ഇത് കഴിവുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണെന്നുള്ളത്. കഴിവൊക്കെ വേണം, പക്ഷെ അതിനുപരി നമുക്ക് ഒരു കഴിവില്ലാത്തൊരാളാണെങ്കിൽ കൂടിയും നമുക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ടൈം കൊടുക്കാൻ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്ന് പറയണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ പേർക്ക് എനിക്ക് വരയ്ക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇഷ്ടത്തോടെ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് നിരന്തരമായിട്ടുള്ളൊരു പ്രാക്ടീസും കൂടി വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കലയാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസം വരച്ചുകൊണ്ടെന്ന് വെച്ചിട്ട് നമുക്കങ്ങനെ പെട്ടെന്നൊരു കലാകാരിയോ അങ്ങനെ ആകാൻ പറ്റൂല. അത് കുറേ ദിവസത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വരയ്ക്കുന്നപ്പോൾ തന്നെ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ് ഈ പാക്കേജിങ് എന്ന് പറയുന്നത്. കുറച്ച് ടൈം എടുത്ത് മെനക്കെട്ടിട്ട് വേണം കേട്ടോ പാക്കേജ് ചെയ്യാൻ. കാരണം നമ്മൾ ഇവിടുന്ന് അവിടേറ്റം കൊറിയർ അയക്കുമ്പോൾ അത് ഡാമേജ് ആയി പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിക്കും പേപ്പറും തെർമോക്കോളും സ്റ്റിക്കറും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ കുഞ്ഞു ഫാമിലിയെ സപ്പോർട്ടാക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് ഇതുപോലത്തുള്ള ഡ്രോയിങ്സ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് DM ചെയ്താൽ മതി. ആർട്ടിസ്റ്റ് ബേബി എന്നാണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID നെയിം. ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. പല മീഡിയത്തിലും ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐ മീൻ ക്ലോത്തിലൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ എംബ്രോയിഡറിങ് വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം അതേപോലത്തെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരും. ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മാത്രം മതി കേട്ടോ. ഡ്രോയിങ്സ് വരയ്ക്കുന്ന വീഡിയോസ് ഇടണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് കണ്ടിരിക്കുന്നത് ആൾക്കാർ വളരെ കുറവായതുകൊണ്ടാണ് കേട്ടോ പേഴ്സണൽ കാര്യങ്ങളും കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോസ് ചെയ്യണത്. അപ്പോൾ ഡ്രോയിങ്സ് ഒക്കെ ഷോർട്ടിൽ ഇടാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കിപ്പോൾ ഡ്രോയിങ്സ് പഠിക്കാൻ താല്പര്യം ആരെങ്കിലൊക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഡ്രോയിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതേ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ കൊറിയർ അയക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇതുപോലെ സപ്പോർട്ടാക്കാൻ മറക്കരുത്. ടാറ്റാ.